നമസ്കാരം, എല്ലാവർക്കും കേരള റെസിപ്പിയിലേക്ക് സ്വാഗതം. ചക്കയപ്പം അല്ലെങ്കിൽ കുമ്പിളപ്പം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നല്ല ചക്കപ്പഴം കിട്ടിയിട്ടുണ്ട്. കുരുവെല്ലാം കളഞ്ഞ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെ ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. അതിനുശേഷം ഈ ചക്കകളിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു വിസിലോ 2 വിസിലോ കേൾപ്പിച്ച് നല്ല രീതിയിൽ ഇത് വേവിച്ചെടുക്കണം. ചക്കയെല്ലാം നമ്മൾ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വേവിച്ചെടുക്കാം. രണ്ട് വിസിൽ കേട്ടിരുന്നു. ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കാം. ഇത് ചക്ക ഇതുപോലെ നല്ല രീതിയിൽ മിക്സിയിൽ അടിച്ചെടുത്തു. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചീനച്ചട്ടി ചൂടാകുമ്പോൾ കുറച്ച് നെയ്യ്, ഒരു സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് മൂപ്പിച്ച് കോരാം. നമ്മളിട്ട തേങ്ങാക്കൊത്ത് മൂത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് കോരി മാറ്റാം. ഇനി ഈ നെയ്യിലേക്ക് നമ്മൾ ഈ അടിച്ചു വച്ചിരിക്കുന്ന ചക്ക വേവിച്ചതിട്ട് കൊടുക്കുകയാണ്. ഇത് നല്ല രീതിയിൽ നമുക്കൊന്ന്, നമ്മൾ ചക്ക വേവിച്ചപ്പോൾ ചക്കയിൽ അല്പം വെള്ളം ഒഴിച്ചിരുന്നു. അപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ട്. അതൊന്ന് വറ്റിപ്പോകാനായിട്ട് നമുക്കിതൊന്ന് നല്ല രീതിയിൽ ഇളക്കി വറ്റിച്ചെടുക്കാം. ഇത് ശർക്കര ഉരുക്കി വച്ചിരിക്കുന്നതാണ്. ഈ ശർക്കര പാനിയും കൂടി നമുക്ക് ഇതിനാവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ശർക്കരയുടെയൊക്കെ അളവ് പറയാനാണെങ്കിൽ ചക്കയുടെ മധുരം അനുസരിച്ചാണ്. ചില ചക്കപ്പഴത്തിന് നല്ല മധുരമായിരിക്കും. അപ്പോൾ നമുക്ക് ശർക്കര അത്ര വേണ്ടി വരില്ല. അതുകൊണ്ട് അവരവരുടെ പാകം എന്നേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. പിന്നെ വരിക്കച്ചക്ക കൊണ്ടും വരിക്കച്ചക്കപ്പഴം കൊണ്ടും കൂഴച്ചക്കപ്പഴം കൊണ്ടും നമുക്ക് ഇതുപോലെ ചക്കയുടെ ഉണ്ടാക്കാം. അപ്പോൾ ഏത് ചക്കയാണേലും നമ്മൾ വേവിച്ചിട്ട് മിക്സിയിൽ നല്ല രീതിയിൽ ഇതുപോലെ അടിച്ചെടുക്കുകയാണെങ്കിൽ ചില ചക്കയ്ക്ക് നല്ല നൂല് കാണും. ആ നൂലെല്ലാം കട്ടായി കിട്ടിക്കോളും മിക്സിയിൽ നമ്മൾ നല്ല രീതിയിൽ അടിച്ചെടുത്താൽ. അല്ലെങ്കിൽ ഇങ്ങനെ നൂല് വലിയും. ഇതിപ്പോൾ കണ്ടോ, ഇതിപ്പോൾ എത്ര കാണിച്ചാലും നൂലില്ല. നൂലെല്ലാം മിക്സിയിൽ അടിച്ചുകൊണ്ടൊക്കെ കട്ടായിട്ടുണ്ട്. ഇനി ഈ ശർക്കര പാനിയിൽ കിടന്ന് നല്ല രീതിയിൽ ഇതൊന്ന് വഴണ്ട് വരട്ടെ. നമ്മൾ ചക്ക വഴറ്റി ഇതാ 10-15 മിനിറ്റോളം ഇതേപോലെ വഴറ്റിയിട്ടുണ്ട്. കുറേയും കൂടെയും വഴറ്റുന്നത് കുറച്ചും കൂടെ ടേസ്റ്റാണ്. തീ കൂട്ടിയിട്ട് വഴറ്റി കഴിഞ്ഞാൽ മുഴുവനും ഇങ്ങനെ പൊട്ടിത്തെറിക്കും കയ്യിലേക്കൊക്കെ. നല്ല ചൂടാണല്ലോ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇടയ്ക്കൊന്ന് മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നു. തീ കൂട്ടിയിടാൻ ഒരു രക്ഷയില്ല. തീ കൂട്ടിയിട്ടാലത്തെ അവസ്ഥ കണ്ടോ, നല്ല രീതിയിൽ കണ്ടോ പൊട്ടിത്തെറിക്കും.
അതുകൊണ്ട് തീ കുറച്ച് നമുക്ക് ഇളക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ വഴറ്റിയിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ചെറിയ കണ്ടെയ്നറിലാക്കിയിട്ട് എടുത്തു വെച്ചാൽ നമുക്ക് എപ്പോഴാണ് ഇതുപോലെ കുമ്പിളപ്പം ചുടാൻ ഇഷ്ടം എന്ന് വെച്ചാൽ ആ സമയത്ത് തേങ്ങയൊക്കെ ചേർത്ത് നമുക്ക് ചുടാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ തീ ഓഫാക്കുകയാണ്. ഇനി നമ്മൾ കുറേ ദിവസം വെക്കാനാണെങ്കിൽ ഇത് നല്ല രീതിയിൽ കുറേയും കൂടി നേരം വഴറ്റിയിട്ട് വേണം വെക്കാനായിട്ട്. ഇപ്പം തന്നെ ചുടാനായതുകൊണ്ട് ഞാൻ ഇത്രേ വഴറ്റുന്നുള്ളൂ. എന്നാലും ഒരു 10-30 മിനിറ്റോളം ഇപ്പം ആയിട്ടുണ്ട് ഇത്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഏലക്കായും ജീരകവും, നല്ല ജീരകവും കൂടെ പൊടിച്ചതാണ്. ഈ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നീട് ഇത് തേങ്ങ, ഒരു അരമുറി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. പിന്നീട് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത്, നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് തീ ഓഫാക്കാം. ഒന്ന് ചൂടാറട്ടെ. ഒന്ന് ചൂടാറിയിട്ടുണ്ട് ഇത്. ഇനി ഇതിലേക്ക് ഇത് വറുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയാണ്. അരിപ്പൊടി കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഈ അരിപ്പൊടിയുടെ സ്ഥാനത്ത് റവ ഇട്ട് കൊടുക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നവരുണ്ട്. കുറച്ചും കൂടിയും ടേസ്റ്റ് അരിപ്പൊടി തന്നെയാണ്. ഈ പൊടി ഇടുമ്പോൾ ഒരുപാട് പൊടിയായാൽ നമുക്കിത് വെന്ത് വരുമ്പോൾ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഇല്ല. ഈ അരിപ്പൊടിയുടെ കണക്കും നമ്മൾ എത്രമാത്രം ചക്ക വഴറ്റിയെടുക്കുന്നോ അതിനെ അനുസരിച്ചിരിക്കും. നല്ല രീതിയിൽ ഒട്ടും വെള്ളമില്ലാതെ നമ്മൾ വഴറ്റിയെടുത്തിട്ടാണെങ്കിൽ നമുക്ക് അരിപ്പൊടി വളരെ കുറച്ച് മതിയാകും. ഇത് അല്പം വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇപ്പോൾ 1 കപ്പ് പൊടിയോളം ഇട്ടു. പൊടിയിട്ട് ഒരു 10-15 മിനിറ്റ് നേരം വെച്ചതിന് ശേഷം നമ്മൾ നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പൊടി ഇട്ട് കൊടുത്താൽ മതി. വറുത്ത പൊടിയായതുകൊണ്ട് നല്ല രീതിയിൽ ഇതിൻ്റെ ജലാംശം വലിച്ചെടുക്കുമല്ലോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ പൊടി പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് പൊടിയൊക്കെ ഇപ്പോൾ പാകമാണ്. അതാ ഈ രീതിക്ക് മതി. ഇനി ഒരുപാട് പൊടിയായാൽ ഇത് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല തിക്കായി പോകും. എപ്പോഴും ചക്കപ്പഴത്തിൻ്റെ അളവായിരിക്കണം മുന്നിൽ നിൽക്കേണ്ടത്. പൊടി അതിലും കുറവ് മതി. ഇങ്ങനെ മുറിഞ്ഞ് വീഴത്തക്ക രീതിയിൽ കിട്ടിയാൽ മതി. കണ്ടോ? ഇനി നമുക്ക് ഇതുപോലെ ഇടനേല എടുത്തിട്ട് നമുക്ക് കുമ്പിളാക്കാം. ഒരു ഈർക്കിളിയോ ടൂത്ത് പിക്കോ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കുമ്പിളാക്കി എടുക്കാം. ഒരു സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് വെള്ളം തിളക്കട്ടെ. ഈ സമയത്ത് നമുക്ക് ഈ കൂട്ടി കുമ്പിളിലേക്ക് പകരാം.
ഇങ്ങനെ ഓരോന്നും നമുക്ക് കുമ്പിളിലാക്കാം. ഒരുപാട് നിറഞ്ഞാൽ നമുക്കിതുപോലെ മടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതനുസരിച്ച് കുമ്പിളിലാക്കിയാൽ മതി. ഇനി എല്ലാം തന്നെ ഇതുപോലെ കുമ്പിളിലാക്കട്ടെ. നമ്മൾ എല്ലാം തന്നെ കുമ്പിളിലാക്കി ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. ഇത് നല്ല രീതിയിലൊന്ന് വേകട്ടെ. നമ്മുടെ കുമ്പിളപ്പം റെഡി ആയിട്ടുണ്ട്. ഒരു 1/4 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തീ ഓഫാക്കാം. ഇതിപ്പോൾ ഓഫാക്കിയിട്ടിട്ട് ഒരു 10-15 മിനിറ്റായി. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല രീതിയിൽ എല്ലാം വെന്തിട്ടുണ്ട്. നല്ല രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നന്ദി.